കയറ്റുണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ കയറ്റത്തിന് എത്തിയപ്പോൾ നമ്മളൊരു ചാടിയതാ. എനിക്ക് അനങ്ങാൻ വയ്യ, കാലുകൊണ്ട് ഒന്നിനും വയ്യ. നിംസക്ക് പോകുകയാണ്. അവിടെ പോയി ഓട്ടോറിക്ഷയിൽ ഇരിക്കാനും വെച്ച കടക്കാനും വെച്ച ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടായിട്ടില്ല. അവിടെ ഒന്ന് ചാടിയാൻ പാട്. അപ്പം നമ്മൾ 3 പ്രസവിച്ചൊക്കെ ചെയ്യുന്നത് അതൊന്നും ഒരു വേദന ഇത് കണ്ടപ്പോൾ. നമസ്കാരം. ഒരു ദിവസം ഞാൻ ഈവനിങ് OP നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു കോള് വന്നു. ഒരു ആക്സിഡൻറ്റ്, ഓട്ടോ മറിഞ്ഞു. ഞാൻ കാഷ്വാലിറ്റിയിൽ എത്രയും പെട്ടെന്ന് എത്തി. നോക്കിയപ്പം സുബൈദ സ്ട്രെച്ചറിൽ കിടക്കുന്നു, കാല് തിരിഞ്ഞിരിക്കുന്നു, അസഹനീയമായ വേദന. എമർജൻസിയായി ഞങ്ങൾ എക്സ്റേ എടുത്തു. നോക്കിയപ്പോൾ കാലിലെ എല്ല് ബോള് പൊട്ടിക്കിടക്കുന്നു. ആ എക്സ്റേ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. കാരണം ഇതൊരു മോശമായിട്ടൊരു ഫ്രാക്ചറാണ്, അതും ഈ ഒരു പ്രായത്തിൽ, 55 വയസ്സ്. ഞാനിപ്പോൾ ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ നടത്തും. അപ്പം ഞാൻ റബ്ബേ നടക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ വരെ എനിക്ക് വയ്യ. ഈ ജോയിൻറ്റിൽ എല്ല് പൊട്ടിയാൽ അത് തിരിച്ച് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എല്ല് തിരിച്ച് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കാൻ സാധിക്കാത്തൊരു സ്ഥലമാണത്. അതിന് നമുക്ക് മേജറായിട്ടുള്ള വേറെ സർജറി തന്നെ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. എന്നാലേ സുബൈദയ്ക്ക് നടക്കാൻ സാധിക്കും. നിംസക്ക് പോകുകയാണ്. അവിടെ പോയി ഓട്ടോറിക്ഷയിൽ ഇരിക്കാനും വെച്ച കടക്കാനും വെച്ച ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടായിട്ടില്ല. അവിടെ ഒന്ന് ചാടിയാൻ പാട്. അപ്പം നമ്മൾ 3 പ്രസവിച്ചൊക്കെ ചെയ്യുന്നത് അതൊന്നും ഒരു വേദന ഇത് കണ്ടപ്പോൾ. ഈ വിവരങ്ങൾ നമ്മൾ വിഷമത്തോടു കൂടി തന്നെ അവരോട്, സുബൈദയോട് കൂടെയുള്ളവരോടും പറയുകയും അതിന് വേണ്ട ചികിത്സ എന്താണെന്നുള്ളതിൻ്റെ തീരുമാനം ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതിൻ്റെ അനുസൃതമായി നമ്മൾ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്തു. ഹിപ്പ് റീപ്ലേസ്മെൻ്റ് എന്നുള്ള ഇടുപ്പ് മാറ്റിവെക്കുന്ന സർജറി ചെയ്തു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഇത്രയും നല്ലൊരു പേഷ്യൻറ്റിനെ കിട്ടിയത് കൊണ്ട്, അവർ കൃത്യമായി ഇതിൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ സുബൈനെ നടത്തിക്കാൻ പറ്റി. പിറ്റേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസമാണല്ലോ. പിറ്റേന്ന് ബാക്കർമ നടത്തി. പിന്നെ ഞാൻ ബാക്കർമലാണ് അങ്ങോട്ട് പോയത്. പിന്നെ വീൽ ചെയർമലാണ് പോയത്. അപ്പോൾ 2 പ്രാവശ്യം പോയപ്പോൾ അയാൾ പറഞ്ഞു, ബാക്കറും വീൽ ചെയറും ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇയാളെ കാണാൻ വരുന്നുണ്ട്, പിന്നെ ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതിയാണ്. അപ്പോൾ അൽഹംദുലില്ലാ 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയി നടന്നാണ് പോയത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും സ്കൂട്ടിമ പോവാ, എവിടേക്ക് പന്തളിക്കാമാണെങ്കിലും പോകാണ്. അപ്പോൾ ഉംറക്ക് പോകണമെന്ന് വിചാരിച്ചതാണ്. ഉംറക്ക് പോകണമെന്ന് കരുതിയപ്പോഴാണ് വീണപ്പോൾ ഞാൻ കരുതിയത്, തമ്പുരാനെ ചിഞ്ഞി അതിന് പോകാൻ പറ്റൂല, ഈ നിലത്തുനിന്ന് നീച്ചാൻ വെക്കണില്ലല്ലോ, നടക്കാനും ഒന്നിനും വെച്ചല്ലോ. അപ്പോൾ ഉംറക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ വല്ലാതെ അതൊരു മാനസികമായിട്ട് ഈ ഉംറ ചെയ്തില്ലല്ലോ എന്ന് വെച്ചാൽ മനസ്സിൽ വേറെ ഇപ്പോൾ മരിച്ചാണെങ്കിലും പാടില്ല, ഉംറ ചെയ്യാതെ മരിച്ചാൻ വെക്കൂലല്ലോ. അങ്ങനെ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പം അൽഹംദുലില്ലാ അപ്പം ഇനി ഉംറക്ക് പോവുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അവരുടെ മനക്കട്ടി കാരണം, ദൈവാനുഗ്രഹവും കാരണം പിറ്റേ ദിവസം ആ ആക്സിഡൻറ്റ് മുന്നേ എങ്ങനെയാണോ അവർ നടന്ന് അതേ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിറ്റേ ദിവസം നടക്കുകയും 3 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവുകയും ചെയ്യാൻ പറ്റി. സുബൈദയിൽ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുകയും അതിനുള്ള ബലം ഉണ്ടാവുകയും നമ്മളെ അത്രത്തോളം ക്ലിയറായിട്ട് ട്രസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു പവറാണ്. അജ്മീർക്ക് 10 ദിവസത്തെ ടൂർ പോകാനും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ. അപ്പം ഇനി ഉംറക്ക് അള്ളാഹിൻ്റെ വിധി ഉണ്ടാകുമ്പോൾ പോകണം. ഇപ്പം അതിനൊക്കെ വെക്കും, ശരീരം കൊണ്ട് വെക്കുന്നു തോന്നുകയാണ്. വെക്കണമുണ്ട്. ഇപ്പം എല്ലാ സംഗതി ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ പോയാൽ 7 മണിക്ക് 6:45 പോയി കഴിഞ്ഞാൽ ഒരു 5:45 6 മണിയാകുമ്പോൾ തിരിച്ചെത്തുള്ളൂ. അതുവരെ കുട്ടി ഞാൻ തന്നെയല്ലേ വീട്ടിൽ. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആദ്യം കോണിമ കയറി മേലെ കയറിയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന്, പിന്നെ എന്താ പറയുക, അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം കടന്നിട്ടൊക്കെ പോന്നു. പിന്നെ എന്താ പറയുക, വാഷിംഗ് മെഷീൻ മേലെയാണ്, അവിടെ കൊണ്ടുപോയിട്ട് തിരുമ്പും, പിന്നെ അവിടെ തന്നെ തോരിടും. അങ്ങനെ കോണിമ കയറും ഇറങ്ങുവാണെങ്കിൽ അതൊക്കെ എടുത്തേക്കും. അപ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം കോണിമ കയറാൻ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം എപ്പോഴും കയറും ഇരിക്കും ചെയ്യും. അതേപോലെ എൻ്റെ വീട്ടിലേക്ക് പോയി, പിന്നെ ബൈക്കുമ്പോൾ പോവും കുട്ടികളൊപ്പം. അങ്ങനെ അതൊക്കെ നല്ല സന്തോഷം തന്നെ. ബൈക്കുമ്മലൊക്കെ അപ്പോൾ മൂപ്പര് പറഞ്ഞ ബൈക്ക് ഓട്ടമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഓട്ടലൊന്നുമില്ല, ഓട്ടനൊക്കെ നമുക്ക് ധൈര്യം കുറവാണ്, അഥവാ വീണാലോ. അപ്പോൾ അങ്ങനെ ബൈക്കുമ്പോൾ പോയതും മേലേക്ക് കയറിയത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ അതേപോലെ ഇവിടെ ഇങ്ങനെ നടന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചുറ്റുഭാഗം നടന്നു, അതും ഭയങ്കര സന്തോഷം തന്നെ. അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും ബൈക്കുന്നുണ്ടല്ലോ, അപ്പോൾ വേദനയും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ഇത് ഞാൻ ആരെ കണ്ടാലും ഇതേപോലെയൊക്കെയാണെങ്കിൽ ഞാൻ പറയും, ജേക്കബ് സാറിനെ കാണാൻ പോയിക്കോളി. കാരണം 100% വിജയമാണ്. പിന്നെ അള്ളാൻ്റെ കൂട്ടിയത്താണ്. പക്ഷെ ആയിക്കോട്ടെ, എന്നാലും അയാൾക്ക് നല്ലോണം ഇതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയണത് ഇതാണ്, ഇവന് 100% അയാളെടുത്ത് പോയ വിജയമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കോളി ഞാൻ പറയുന്നത്. സുബൈദയ്ക്ക് ഇത് സംഭവിച്ചു, ഓപ്പറേഷൻ ചെയ്തു, ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സുഖമായി നടക്കുന്നു. പക്ഷേ നമ്മളെപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അപകടം വന്നത് ചികിത്സിക്കുന്നേക്കാളും നല്ലത് അത് വരാതിരിക്കാനാണ്.